ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. വലിയൊരു ട്രാവൽ വ്ളോഗല്ല, ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഗുരുവായൂർ പോവാണ് കസിനും ഫാമിലി എല്ലാവരുമായിട്ട്. ഇപ്പോൾ ഒരു മഴ കുറഞ്ഞ് മഴ പെയ്ത് കുറഞ്ഞതിൽ നല്ലൊരു ക്ലൈമറ്റ്. നമുക്ക് ട്രെയിൻ 5:30ക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പോഴേ ഇറങ്ങി, കാരണം ലേറ്റ് ആവാതെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കസിൻ അവരുടെ ഫാമിലി അവിടെ വരും. അപ്പം നമ്മൾ ഒരുമിച്ച് ട്രെയിനിൽ കയറാൻ വേണ്ടി നമ്മൾ നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. പിന്നെ അവർ വന്നപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ട്രെയിനിൽ കയറിയത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കയറിയത്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും എത്തി. അങ്ങനെ നമ്മൾ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ട്രെയിനിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ ഇരിക്കുകയാണ്. പൂക്കി ഹായ് പറയൂ ചേച്ചി, ഹായ് പറ. ഓക്കെ, നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഇന്നലെ ഈ സമയത്ത് മഴയായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ നോക്കുന്നു. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആറ്റിറ്റ്യൂഡ്. Line cut, line cut. Hi. Hi. Bye. Hey. Excuse me. What's up with the sauce? Solar juice. Oxford. ക്യാമറയ്ക്ക് വേണ്ടി ഡീസലാവുന്നല്ലോ ഗൗരി. എന്ത് എങ്ങനെ ആരാമര് അമ്മ അമ്മ സെറ്റ് ചെയ്ത് എടാ നീ അത് ഒന്നുകൂടെ കളി. ഗേൾസ് സ്റ്റാൻഡ് ബോയ്സ് സ്റ്റാൻഡ് അപ്പം അതൊന്നുകൂടെ കാണിച്ച. ഗേൾസ് സ്റ്റാൻഡ് ബോയ്സ് സ്റ്റാൻഡ് ഒന്നുകൂടെ ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം ട്രെയിനിപ്പോൾ എവിടെ എത്തിയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു.
നമ്മളിപ്പം ഗുരുവായൂരെത്തി. നമ്മൾ ഗുരുവായൂർ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മളെ കാണാൻ പറ്റില്ല, കണ്ടോ? പെട്ടില്ല. അവന്റെ പൊക്കത്തിൽ കണ്ടുപിടിക്കും. ഒപ്പമില്ല അവള്. ഇനിയുണ്ട്, തൊഴുതിട്ട് വരാമോ? ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ചെരുപ്പ് വെളിയിടണമായിരുന്നു, കുഴപ്പമില്ലല്ലോ. കണ്ണാടി, ചെറിയ കണ്ണാടി. കഴിവ് തന്നെ കേട്ടോ. നമ്മളിപ്പം വെള്ളിയാഴ്ച രാവിലെ 3:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും റെഡിയായി കിട്ടാൻ ഡ്രസ്സ്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. പോകുന്നത് വരാം, അവിടെ അല്ലല്ലോ. തൊഴിലൊക്കെ വന്നതിന് ശേഷം ഈ ക്ലിപ്പ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഓൾറെഡി കോവിലിൽ പോയി തൊഴുത് വന്നതിന് ശേഷമാണ്. എന്നിട്ട് നമ്മൾ പിന്നെ റൂമിൽ വന്നിട്ട് പിന്നീട് അവിടുത്തെ കടകളിലൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒന്നുകൂടെ പോകുന്നതാണ്. നേരത്തെ നമ്മൾ കോവിലിൽ രാവിലെയാണ് പോയത്. അപ്പം രാവിലെ പോയി നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, വെട്ടവും കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീട് വന്നിട്ടാണ് ഫോൺ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഹായ് യൂട്യൂബ്. ഹായ് ഹായ്. പ്ലീസ്. ഫാൻ ഗേളാണ് മാഡം. ഓ, ഞാൻ കുറക്കാൻ വരുന്നുണ്ടോ? വൈ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മമ്മിയൂർ ക്ഷേത്രത്തിലാണ്. അവിടെ കൂടെ കയറിയിട്ടാണ് നമ്മൾ പിന്നീട് ഗുരുവായൂർ ഒന്നും കൂടെ പോയത്. അപ്പോൾ അവിടെ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ. പിന്നീട് അകത്ത് നമ്മൾ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയുള്ള ക്ലിപ്പൊക്കെ എടുത്തത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ജസ്റ്റ് നോക്കാനായിട്ട് പോലും അങ്ങനെ അധികം കയറാൻ പറ്റില്ല. എങ്കിലും 1-2 കടകളിൽ നമ്മൾ കയറി ജസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കി. ഞാൻ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഈ കടയിൽ വന്നപ്പോഴത്തേക്കും നല്ല ക്ലിപ്പുകൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ 2 ക്ലിപ്പ് വാങ്ങി. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ക്ലിപ്പിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ട്രാൻസ്പാരൻ്റ് ഒരു ക്ലിപ്പ്, പിന്നെ ഒരു ബ്ലാക്ക് ക്ലിപ്പ് ഞാൻ വാങ്ങി. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത കടകളിലോട്ട് സാധനങ്ങൾ നോക്കാനായിട്ട് പോയി. പിന്നെ നമ്മൾ വേറെ കടയിൽ വന്നപ്പം അവിടെ കുറേ മോതിരങ്ങൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മോതിരങ്ങൾ പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനതിൽ ആ ഈവിൾ ഐയുടെ ബ്ലൂ കളർ റിങ് ഞാൻ ഒരെണ്ണം എടുത്തു. അതിൽ 3 ഈവിൾ ഐ വരുന്നൊരു റിങ്ങും ഉണ്ട്, നടുക്കൊരു സ്റ്റോൺ വരുന്നതും ഉണ്ട്. അപ്പം എനിക്ക് സ്റ്റോൺ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ സ്റ്റോണിൻ്റെ റിങ്ങാണ് ഒരെണ്ണം എടുത്തത്. അങ്ങനെ അത് ഒരെണ്ണം എടുത്തു. അവിടെ നിന്ന് വേറെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല, വലിയ വലിയ റിങ്ങുകളായിരുന്നു. അപ്പം ഞാൻ ആ ഈവിൾ ഐയുടെ റിങ് അങ്ങ് എടുത്തു.
നീ കുപ്പിവള വേണ്ടേ? ആക്ച്വലി നമ്മൾ പോയ സമയം നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു. എപ്പോൾ നോക്കിയാലും മഴയായിരുന്നു. അപ്പം അങ്ങോട്ട് രാവിലെ പോയ സമയത്ത് നല്ലോണം മഴ നനഞ്ഞു. ഇങ്ങോട്ട് വരാൻ നേരത്ത് ചെറുതായിട്ട് മഴ നനഞ്ഞു. അപ്പോൾ ഈ ഷോൾ ഉള്ളത് കൊണ്ട് അത് തലയിലിട്ടുകൊണ്ട് നടക്കുന്നത് വളരെ ഉപകാരപ്രദമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നടന്ന് പയ്യെ നമ്മൾ റൂമിലോട്ട് വന്നു. ഇനി നമ്മൾ ഒരിടത്തും പോകുന്നതിന് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് വരാൻ പോവാണ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടി എങ്കിലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിനിലോട്ട് പോകാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനല്ല, ഇവിടുന്ന് ബസ്സിൽ കയറിയതിന് ശേഷമാണ് ട്രെയിനിലോട്ട് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം രാവിലെ കാണില്ല, ഉച്ചയായി 12 മണിക്ക് നമുക്ക് ട്രെയിൻ വെച്ചിട്ട് വിദൂരയിൽ അച്ഛനും ചേച്ചിയും ഗൗരി. ചുരുപ്പാ അങ്ങനെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മുടെ ഈ ഒരു ജേണിയുടെ എൻഡിലെത്തിക്കുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പോൾ ബൈ.